വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളി ദേശാഭിമാനി ടി.കെ. മാധവൻ ജനിച്ചിട്ട് ഇന്ന് 140 വർഷം പൂർത്തിയാകുകയാണ്. 1885 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഇന്നേ ദിവസം രാവിലെ ഞാനും ചരിത്ര ഗവേഷകനായ ജോർജ് തഴക്കരിയും സാഹിത്യകാരനായ റജി പാറപ്പുറവും ടി.കെ. മാധവന്റെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്ങരയിലെത്തി. മുൻപ് പലതവണ സന്ദർശിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് എത്തിയപ്പോൾ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സംശയം എനിക്ക് ഇന്നും ഉണ്ടായി. ചരിത്ര ഗവേഷകൻ കൂടിയായ ജോർജ് തഴക്കര ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ സംശയം വീണ്ടും ആവർത്തിച്ചു. ടി.കെ. മാധവന്റെ സ്മൃതി കുടീരം സന്ദർശിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അവിടെ 3 ഭാഷയിലും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ടി.കെ. മാധവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സ്മൃതി കുടീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുൻവശത്തായിട്ടാണ് ടി.കെ. മാധവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഇടതുവശത്തായിട്ട് ഹിന്ദിയിൽ ടി.കെ. മാധവ് കുടീരം എന്ന് എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. മാധവൻ എന്ന് പൂർണ്ണമായിട്ടില്ല, ടി.കെ. മാധവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് എന്ന്. ഹിന്ദിയിൽ എന്തുകൊണ്ട് വന്നു? ടി.കെ. മാധവൻ അന്തരിക്കുന്നത് 1930 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്. 1930 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെയൊക്കെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഹിന്ദിയുടെ പ്രചാരം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സജീവമായിരുന്നു. പലപ്പോഴും ഹിന്ദി പഠിക്കുവാനുള്ള ഒരു താല്പര്യം അന്നത്തെ ആളുകളിൽ ഏറെ സജീവമായിട്ടുണ്ടായിരുന്നു എന്നാണ് ജോർജ് തഴക്കര സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നിരിക്കാം ടി.കെ. മാധവന് ഒരു സ്മൃതി കുടീരം ഇവിടെ ക്രമീകരിച്ചപ്പോൾ ടി.കെ. മാധവ് കുടീരം എന്ന് രേഖപ്പെടുത്താൻ ഇടയായത് എന്ന് കരുതാം. ഈ സ്മൃതി മണ്ഡപത്തിന്റെ ഒരു ഭാഗത്ത് ഇംഗ്ലീഷിൽ ടി.കെ.എം എന്ന അക്ഷരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടി.കെ. മാധവന്റെ സ്മരണ വേണ്ടത്ര രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നിരുന്നാലും നാടിന് അഭിമാനമായി മാറിയ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ ആരാധന വർദ്ധിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.